സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ വലിയ ജനപങ്കാളിത്തമാണ്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന മേള 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വ്യക്തമാക്കുന്നതാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് എന്റെ കേരളം പ്രദർശനം. ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണത്തിനും സ്റ്റാളുകളുണ്ട്. എന്ത് നടന്നു ഈ വർഷം എന്നത് ഈ പ്രദർശന നഗരിലേക്ക് വരുന്ന ഓരോരുത്തർക്കും നേരിട്ട് അറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റാളുകൾ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണന മേള, അങ്ങനെ തൃശ്ശൂരിലെ എൻ്റെ കേരള പ്രദർശനം പുതിയ അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ചെയ്യുന്നത് കൃത്യമായി ആൾക്കാരുടെ ഇടയിൽ എത്താൻ ഇത് സഹായകരമായിരിക്കും. പലപ്പോഴും അറിയാലോ, നമ്മളെ മീഡിയ ഇതൊന്നും നോക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഇതൊക്കെ അറിയാനും പറ്റുള്ള ഒരു എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 1-2 ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ചോദിക്കാൻ എനിക്ക് പറ്റി. വളരെ കൃത്യമായി അവിടെ ഇരിക്കുന്നവരത് പറഞ്ഞും തന്നു. നല്ല സൂപ്പറായി. വരാത്തവർക്ക് ഇതൊരു നഷ്ടമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും നമുക്ക് കഴിയാവുന്നത്ര പറഞ്ഞു തരാനും അറിവ് പകർന്നു തരാനും ഇവിടെ എല്ലാവരും സജ്ജമാണ്. അതിന് പ്രാപ്തരായ ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ കണ്ടത്. നല്ല നന്നായിട്ടാണ് ഞങ്ങൾക്കത് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടാനും അതുകൊണ്ട് സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ തുറന്നു കാട്ടുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാൾ. പുതിയ കാലത്തിൻ്റെ പഠന സഹായികളെ ആവേശപൂർവ്വമാണ് പഴയ തലമുറയും പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മളെ മറ്റേ ആ വെള്ളമില്ലേ, അതവിടെ ഭയങ്കര കൊക്ക പോലെ മലമ്പ്രദേശം, എല്ലായിടത്തും മല തന്നെ. നല്ല ഒരു അനുഭവം തന്നെയാണ്. നമ്മളിപ്പോൾ ടൂർ പോകുന്ന പോലെ അവിടെ ഭയങ്കര സമുദ്രം, പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ എന്തോ ഒരു പ്രത്യേക ഒരു എനർജി വരുന്ന, പോസിറ്റീവ് എനർജി, നല്ലൊരു അനുഭവം. ഞാനിത് ഇതിക്ക് മുന്നേ ഒരു തവണ വെച്ചിട്ടുണ്ട്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പ്രദർശനം കാണാൻ അവസാന ദിവസവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. വയനാട് ചൂരൽമല ദുരന്തം എല്ലാവരുടെ മനസ്സിലും തന്നെ നിലനിൽക്കുന്നതാണ്. അത് വീണ്ടും ഇവിടെ ഒരു പുനരാവിഷ്കരണം നടത്തിക്കൊണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ഒരു പ്രദർശനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം നടത്തുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ എത്രമാത്രം എത്തിയിരിക്കുന്നു അവരുടേതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റാളുകളിലും കൃത്യമായ രീതിയിലുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും നൽകുന്നതുകൊണ്ട് കണ്ടുപോകൽ മാത്രമല്ല, അറിഞ്ഞ് ഇതെന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ എന്നതെല്ലാം തന്നെ മനസ്സിലാക്കി തരുന്നതാണ് ഓരോ പ്രദർശന സ്റ്റാളുകളും. പ്രദർശന നഗരിയിലേക്ക് എത്തിയ പുതിയ തലമുറയും വികസന കേരളത്തിൻ്റെ വൈബ് തൊട്ടറിയുന്നു. നല്ല അറിവ് ഇതൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട്. അവിടെ ഹെൽപ്പിനായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് നമുക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ച് നല്ല ഡീറ്റെയിൽസ് എല്ലാം ഇതാക്കി തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗെയിംസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അതുപോലെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു സാറ് ക്ലാസ് എടുത്ത് തന്നു, ഒരു ആപ്പിനെ പറ്റിയിട്ടാണത്. അതുപോലെ നമ്മളെ പുല്ലൊക്കെ വെട്ടണ ഒരു യന്ത്രത്തെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നു. ഇവിടെ വന്നിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല, ഭയങ്കര ബോറൊക്കെ ഇരിക്കുന്ന വിചാരിച്ചു. NSSൻ്റെ പ്രോഗ്രാമിനായിട്ട് വന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പല സാധനം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ വിശദീകരിക്കുന്ന വിവിധ സ്റ്റാളുകൾക്ക് പുറമെ അറിവും വിനോദവും മേള ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിയെയും മഹാപ്രളയത്തെയുമെല്ലാം ഒത്തൊരുമയോടെ നേരിട്ടൊരു നാട് എങ്ങനെ പോയ കാലം അതിജീവിച്ചുവെന്നും വികസനത്തിലേക്ക് കുതിക്കുന്നുവെന്നുമുള്ള നേർക്കാഴ്ചയാണ് എൻ്റെ കേരളം. KP ധനേഷിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18 തൃശ്ശൂർ.